Hi viewers, welcome to our channel. Today we are going to discuss about the extraction of metal from concentrated ore, which is the second stage of metallurgy. It has usually two stages. First one is conversion of the concentrated ore into its oxide, and the second one is reduction of the oxide. Let us study the first stage in detail. This stage involves two processes. First one is calcination and second one is roasting. Calcination is the process of heating the concentrated ore in the absence of air at a temperature below its melting point. Carbonates and hydroxides of metal decompose to form their oxides. Oxygen will not take part in this reaction. Example, zinc carbonate is converted into zinc oxide by calcination. Next is roasting. Roasting is the process of heating the concentrated ore in a current of air at a temperature below its melting point. When the concentrated ore is subjected to roasting, the moisture present in it is removed as vapor. Sulfide ore combines with oxygen to form oxide. Example, Cu2S ore is converted to Cu2O by roasting. ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്നുള്ളത് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജിയിലെ സെക്കൻഡ് സ്റ്റേജാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ രണ്ട് സബ് സ്റ്റേജുകളുണ്ട്. അതാണ് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഓക്സൈഡ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ ഇനി രണ്ട് പ്രോസസ്സുകളാണ് നടക്കുക. ഒന്നാമത്തേത് കാൽസിനേഷനും രണ്ടാമത്തേത് റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറയുന്നത് എയറിൻ്റെ ആബ്സെൻസിൽ ഓറിനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അഥവാ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. സാധാരണയായിട്ട് മെറ്റൽ കാർബണേറ്റ്സിനെയും അതുപോലെ മെറ്റൽ ഹൈഡ്രോക്സൈഡിനെയൊക്കെ ഓക്സൈഡാക്കി മാറ്റാനാണ് ഈ പ്രോസസ്സ് യൂസ് ചെയ്യുക. ഈ പ്രവർത്തനത്തിൽ ഓക്സിജൻ പങ്കെടുക്കുന്നില്ല. ഇനി രണ്ടാമത്തേതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് ചെറിയ വ്യത്യാസമേ കാൽസിനേഷനുമായിട്ടുള്ളൂ. എന്താണ്, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്നുള്ളിടത്ത് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അഥവാ എയറിൻ്റെ പ്രസൻസിൽ ഓറിനെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാൾ കുറഞ്ഞുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫൈഡ് ഓറുകൾ ഓക്സൈഡ് ഓറായിട്ട് മാറും. അതിന് ഉദാഹരണമാണ് സിങ്ക് ബ്ലെൻഡ് അഥവാ Cu2S എന്തായിട്ട് മാറുന്നത്, Cu2O ആയിട്ട് അഥവാ കോപ്പറിൻ്റെ ഓക്സൈഡായിട്ട് മാറുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് reduction of the oxide. Reduction of the oxide means the process of extraction of metal from the oxide. Suitable reducing agents are used for this purpose. Electricity, carbon monoxide, etc. are used as reducing agents. For example, carbon monoxide is used as reducing agent to extract iron from hematite. Electricity is used to extract highly reactive metals like sodium, potassium and calcium from their ores. അങ്ങനെ ഓറ് അഥവാ അയിരിൽ നിന്ന് ലോഹത്തെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ കാർബൺ, പിന്നെ കാർബൺ മോണോക്സൈഡ് മുതലായവ. കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റ് അയിരിൻ്റെ എക്സ്ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്ന റിഡ്യൂസിങ് ഏജൻ്റാണ്.
അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് ഇതേ ചാപ്റ്ററിൽ. അതിൽ ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്, അഥവാ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നുണ്ട്. റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങൾക്കാണ് ഇലക്ട്രിസിറ്റി സാധാരണ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുക. നമുക്കൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അലുമിനിയം റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോളിസിസ് ആണ് അവിടെ നടത്തുന്നത്. അതുപോലെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസാണ് നമുക്കറിയാം സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം മുതലായവ. ഇവയുടെ എക്സ്ട്രാക്ഷനിലും ഇലക്ട്രിസിറ്റിയാണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് എക്സ്ട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് 2 methods to convert the concentrated ore to its oxide. ഇതൊക്കെയാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് കോൺസെൻട്രേറ്റഡ് ഓർ ടു ഓക്സൈഡ്. അതിൽ എ എന്ന് പറയുന്നത് നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുക അഥവാ ഓറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് റോസ്റ്റിംഗ് ആണ്. സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്നത് സിങ്ക് ബ്ലെൻഡ് ആണ് അല്ലേ, സൾഫൈഡ് അയിരാണ്. അപ്പോൾ സൾഫൈഡ് ഓറിനെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രോസസ്സ് റോസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് അയൺ ഈസ് ഡാഷ്. ആൻസർ കാർബൺ മോണോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ നെയിം ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ടിങ് ദ മെറ്റൽ സോഡിയം ആൻഡ് അയൺ ഫ്രം ദെയർ ഓർസ്. സോഡിയം ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലാണ് അല്ലേ, അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ഏജൻറ്റ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. ദെൻ അയണിൻ്റെ കേസിൽ റെഡ്യൂസിങ് ഏജൻറ്റ് കാർബൺ മോണോക്സൈഡ് ആണ്. നമ്മൾ ഓൾറെഡി മുൻപുള്ള ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. In the reactivity series, metals are arranged in the decreasing order of their reactivity. Higher the reactivity of the metal, strong reducing agents are used for the extraction of these metals. For example, electricity is used to extract highly reactive metals like sodium, potassium, calcium from their ores. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ വരുന്നത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. അങ്ങനെയുള്ള കേസിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്യും. റിയാക്ടിവിറ്റി സീരീസിൽ താഴെയുള്ള മെറ്റൽസിന് റിയാക്ടിവിറ്റി കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കേണ്ടതില്ല. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് പോലുള്ള റെഡ്യൂസിങ് ഏജൻ്റാണ് യൂസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനിൽ ഇതുവരെ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്